ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ വാഹനത്തിന്റെ റിക്വസ്റ്റ് സ്വിച്ചിനെ കുറിച്ചാണ്. അതായത് ഈ റിക്വസ്റ്റ് സ്വിച്ച് പലരും കണ്ടിട്ടുണ്ട്, എന്റെ പല വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും വരുന്നത് നമ്മുടെ വാഹനത്തിന്റെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും. ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാണ്, പ്രസ് ചെയ്തപ്പോൾ ഈ വാഹനം ലോക്ക് ആകുന്നുണ്ട്. ഇനി തുറക്കാൻ പറ്റത്തില്ല, ഒന്നുകൂടെ പ്രസ് ചെയ്തു, അൺലോക്ക് ആയി. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിക്വസ്റ്റ് സ്വിച്ചിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ലോക്കും അൺലോക്കും മാത്രമാണോ? ഇതാണ് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു താക്കോല് ഈ ഏകദേശം ഈ ഒരു പോർഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഈ താക്കോല് ഞാൻ ഈ മതിലിന്റെ അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പൊ മതിലിന്റെ അവിടെ താക്കോല് വെച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഡോർ ഓപ്പൺ ആണ്, ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ സാധിക്കുന്നില്ല. ഇനി ഞാൻ ഈ താക്കോലിങ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ താക്കോൽ എടുത്ത് എന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ വെക്കാം. അത് കഴിഞ്ഞ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഹനം ലോക്കായി. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഈ താക്കോൽ ഏകദേശം ഇതിന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു 10 തൊട്ട് 15 സെന്റിമീറ്ററിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്വിച്ച് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്നറിയാം. ഒന്ന് നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോറിൽ വരുന്നുണ്ട്, ഒന്ന് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ സൈഡിൽ വരുന്നുണ്ട്, ഒന്ന് നമ്മുടെ ഡിക്കിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബൂട്ടിൽ വരുന്നുണ്ട്. ഈ 3 സ്വിച്ചുകളാണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് നമുക്കറിയാം, സാധാരണ സെൻട്രൽ ലോക്ക് ഉള്ള വാഹനമൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഇതിനകത്ത് നമ്മൾ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒന്നെങ്കിൽ പോക്കറ്റ് ഇടത്തില്ലല്ലോ, നമ്മൾ തുറന്ന് പിന്നെ താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ കീ ഫോബ് വരുന്ന മോഡൽസിന് ഇത് നമ്മുടെ പോക്കറ്റിനകത്ത് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് വാഹനത്തിന്റെ അടുത്തോട്ട് വരുന്ന ലോക്ക് ആൻഡ് അൺലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആകും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് അൺലോക്ക് ആകും. അത് ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാഹനത്തിലോട്ട് കയറാൻ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് കുറേ സാധനങ്ങളൊക്കെ പിടിച്ചു, അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ളൊരു സമയത്ത് നമ്മൾ വരികയാണ്, അന്നേരം നല്ല നനഞ്ഞു നിൽക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് കൈ എടുത്ത് താക്കോലൊക്കെ എടുത്ത് താക്കോല് നനയ്ക്കുക, അല്ലെങ്കിൽ താക്കോൽ ഒരു ബാഗിനകത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ താക്കോൽ എടുക്കാതെ നനഞ്ഞ കൈയോടുകൂടി, അതായത് എന്റെ കൈ എത്ര നനഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ എനിക്കിത് പ്രസ് ചെയ്യാൻ സാധിക്കും. ഇത് വാട്ടർ പ്രൂഫ് ആണ്. അതായത് ഈ സ്വിച്ചുകളെല്ലാം വാട്ടർ പ്രൂഫ് ആണ് വരുന്നത്. ഇവിടെ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ഡിക്കിയിലാണെങ്കിലും വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ അതും പേടിക്കേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഞാനിപ്പം കുറച്ചേറെ സാധനങ്ങളൊക്കെ ആയിട്ട്, അതായത് എൻ്റെ കൈ നിറയെ സാധനങ്ങളാണെന്ന് വെച്ചോളൂ, ഈ കൈ നിറയെ സാധനങ്ങളായിട്ട് നേരെ ഈ വാഹനത്തിലോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോക്കറ്റ് കൈയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അതുപോലെ സാധനം കയ്യിരിക്കുകയാണ്. എന്നാൽ ഒരു വിരൽ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇതിന്റെ താഴെ ഞാനൊന്ന് പ്രസ് ചെയ്യുക. അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ വാഹനം ഡിക്കിയും തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ബൂട്ടും തുറക്കാൻ പറ്റും. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ വലിയൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വാഹനത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഒരു യാത്രയൊക്കെ അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും വാഹനത്തിലോട്ട് കയറുകയാണ്, ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ താക്കോലൊന്നും തപ്പിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് മതി. ഇതാണ് ഈ ഒരു റിക്വസ്റ്റ് സ്വിച്ചിന്റെ ഏറ്റവും വലിയ ഗുണം. അതായത് എനിക്ക് ഫീൽ ചെയ്തൊരു ഗുണം, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വാഹനം എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് കുറേ ദൂരവും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോഴും എവിടെയെങ്കിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതിന്റെ ഒരു ഫീല് ഒരിക്കലും നമ്മുടെ റിമോട്ടിന്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും അൺലോക്ക് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ താക്കോൽ ഈ വാഹനത്തിനകത്താണ് ഇരിക്കുന്നത് വെച്ചു, അതായത് ഈ താക്കോൽ ഇപ്പം ജസ്റ്റ് നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു സെൻട്രൽ കൺസോൾ, ഞാനിപ്പോ ഈ ഒരു സെൻട്രൽ കൺസോളിനകത്ത് ഞാൻ വെച്ചു, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആകുമോ? അതായത് ഇവിടെ പ്രസ് ചെയ്താൽ ലോക്ക് ആകുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ലോക്ക് ചെയ്തും പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അൺലോക്ക് ആകാതെ വരുമോ? ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്? അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഞാൻ വെച്ച് ലോക്ക് ചെയ്തു, വേറൊരാൾ വന്ന് ഇത് അൺലോക്ക് ചെയ്തേച്ചും വാഹനം എടുത്തോണ്ട് പോകത്തില്ലേ? അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്ന് തീർക്കാം. ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ്, കേട്ടോ. ഇപ്പൊ നമുക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചോണം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്യാം. യെസ്, നമുക്കിപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഈ ബീപ്പ് സൗണ്ട് എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന്റെ താക്കോൽ അല്ലെങ്കിൽ കീ ഫോബ് വാഹനത്തിനകത്തുണ്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ തരികയാണ്. അതുകൊണ്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ലോക്ക് ആകത്തില്ല എന്നുള്ളതിന്റെയാണ് ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ബീപ്പ് സൗണ്ട് കേട്ട് നമ്മൾ വാഹനത്തിന്റെ ഡോർ തുറന്ന് താക്കോല് പോക്കറ്റിനകത്ത് വെച്ച്, അല്ലെങ്കിൽ താക്കോല് നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വേണം പോവാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം ലോക്ക് ആകത്തുള്ളൂ. ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.